പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വഴിത്തിരിവിലാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. വൈദ്യർ എത്തുകയാണ് വീട്ടിലേക്ക്. ആ, വൈദ്യർ വന്നാട്ടെ. പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ശരിയായോ? ദേവബാലയും അതുപോലെ തന്നെ ദേവരാജനും പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. കിറു കൃത്യമായി. അപ്പോ മരുന്ന് എവിടെ? ഇതാ ഈ മരുന്ന് അവന് രാത്രി നീ വായിൽ വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാകും. മനസ്സിലായോ? അവൻ നമ്മൾ പറയുന്നത് പോലെ ഇനി കാര്യങ്ങൾ ചെയ്യും. അവൻ്റെ പൂർണ്ണ കൺട്രോൾ നമുക്ക് കിട്ടും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അവൻ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇനി പ്രവർത്തിക്കും അല്ലേ വൈദ്യരെ? എന്താ സംശയം? അതുപോലെ തന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. വാ, നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതോടെ ദേവപാല വൈദ്യരെയും കൂട്ടിക്കൊണ്ട് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ. വൈദ്യരെ കണ്ട് ഒന്ന് ഞെട്ടുന്ന അഭിഷേകിനോട്, ഓ, ഒടുവിൽ കെടുപ്പിലായി അല്ലടാ നീ. സാരമില്ല, നിന്റെ അഹങ്കാരമൊക്കെ ഇപ്പോഴെങ്കിലും ഒന്ന് കുറഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിപ്പോടോ താൻ. എടാ അഭിഷേകെ, നിന്നെ ഇനി ഇവിടെ നിന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിചാരിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. മനസ്സിലായോ നിനക്ക്? അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകാതെ മുന്നിലേക്ക് പോയാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ നീ വിവരമറിയും. ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. എടോ, ഇനി നീ എപ്പോ ഈ ബെഡിൽ നിന്ന് എഴുന്നേൽക്കും എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. വാലെ, ഇതോടെ അമർഷം ഉള്ളിലടക്കിക്കൊണ്ട് അവിടെ കിടക്കുകയാണ് ഇപ്പോൾ അവൻ. ഇതേ സമയം നീ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും എന്നുള്ള കാര്യം മറക്കരുത്. ഡോസ് അധികമായാൽ ജീവന് തന്നെ ആപത്താണ്. മനസ്സിലായോ? ശരി, വൈദ്യര് പേടിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ വളരെയധികം മനസ്സിലാക്കി മാത്രമേ ചെയ്യുകയുള്ളൂ. എന്നാൽ നല്ലത്. ശരി, ഞാൻ ഇറങ്ങുക. ദേവരാജ, മോളുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചോളേ. ഇതോടെ ദേവബാല ഇനി നീ എൻ്റെ അടിമയാണ് എന്ന അഭിഷേകിനെ കണ്ട് പറയുകയാണ്. നീ ഇവിടെ നിന്ന് എണീക്കേണ്ടത് ഇനി എൻ്റെ സന്തോഷത്തിനനുസരിച്ചായിരിക്കും. കണ്ടില്ലേ, ഈ മരുന്നിലാടാ ഇനി നിന്റെ കൺട്രോൾ മുഴുവൻ എന്ന് പറഞ്ഞതോടെ അഭിഷേക് ആകെ തകർന്നു പോവുകയാണ്. ഇതേ സമയം ഇഷയാകട്ടെ ഡിവോഴ്സ് ലഭിക്കുമെന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണ്. SIയെ ചെന്ന് കണ്ടതിനെ തുടർന്ന് കേസ് പിൻവലിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിനുശേഷം അവർ ചതിച്ചാൽ എന്താകും സ്ഥിതി? അത് ആലോചിച്ചിട്ടുണ്ടോ? വീണ്ടും ഒരു കേസ് കൊടുക്കൽ, അതൊക്കെ ബുദ്ധിമുട്ടാകും ഇഷ. അതുകൊണ്ട് ഇഷ ഇതിൽ വളരെയധികം ചിന്തിച്ചു വേണം ഒരു തീരുമാനമെടുക്കാൻ. ഞാൻ എന്തിനും തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞാൽ മതി, അതിനനുസരിച്ച് ചെയ്യാം. ശരി, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ പിന്നെ അവനെ കൊണ്ട്. അതാണ്. ഇഷ എന്തായാലും ഒരു തീരുമാനമെടുക്കുക. അഭിഷേകിനെ കാണാൻ പോകാനും മറക്കണ്ട കേട്ടു എന്ന് പറഞ്ഞു പോയിരിക്കുകയാണ് SI. ഇതേ തുടർന്നാണ് ഇഷ പുതിയ നീക്കവുമായി മുന്നിലേക്ക് എത്തുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.